BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ജനക്കൂട്ടത്തെ എന്നും നെഞ്ചേറ്റിയ ജനനായകൻ ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് ഇന്ന് 3 വർഷം തികയുകയാണ്. ജനലക്ഷങ്ങളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ദർബാർ ഹാളും ഇന്ദിരാഭവനും കടന്ന തിരുവനന്തപുരത്ത് നിന്നും പുതുപ്പള്ളിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ അവസാന യാത്രയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉമ്മൻചാണ്ടിക്ക് പ്രണാമം അർപ്പിച്ചു. അന്ന് ജനസാഗരത്തെ സാക്ഷിയാക്കി സഹപ്രവർത്തകർക്കൊപ്പം താനും ആ യാത്രയെ അനുഗമിച്ചിരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഏത് വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ ഒരു നിവേദനത്തിലോ ഉമ്മൻചാണ്ടി എന്ന നേതാവ് തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നുവെന്നും ഓർമ്മിപ്പിച്ചു. ഉമ്മൻചാണ്ടിയാകുക എന്നത് മറ്റാർക്കും എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല. എന്നാൽ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുക എന്നത് ഓരോ പൊതുപ്രവർത്തകന്റെയും കടമയാണെന്നും അദ്ദേഹം നന്മ ഓർമ്മിപ്പിച്ചു. ഉമ്മൻചാണ്ടി സാർ ഇരുന്ന അതേ കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ആകാനാണ് താൻ ശ്രമിക്കുന്നത്. അവസാന ആശ്രയമായി നന്മ നേടുന്നത് അവർക്ക് മുന്നിൽ അവരുടെ ഉമ്മൻചാണ്ടിയാകുക എന്നത് കാലം ആവശ്യപ്പെടുന്ന ഒന്നാണ്. കേരള രാഷ്ട്രീയത്തിൽ ജനസമ്പർക്ക പരിപാടികളുടെ ചരിത്രം സൃഷ്ടിച്ച, ജനങ്ങൾക്കിടയിൽ ജീവിച്ച ആ വലിയ നേതാവിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് വി.ഡി. സതീശന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.